ഈ രാജ്യത്ത് സമൂഹത്തിൽ ശരിക്കും ഒരു സാമ്പത്തിക അച്ചടക്കമുണ്ടായത് നോട്ട് നിരോധനത്തിന് ശേഷമല്ലേ? ദൂർത്ത് നമ്മൾ ഒഴിവാക്കിയത് ഈ നിരോധനം വന്നതിന് ശേഷമല്ലേ? എന്തായിരുന്നു നമ്മുടെ നാട്ടിലെ റിയൽ എസ്റ്റേറ്റ് മാഫിയകളുടെ അഴിഞ്ഞാട്ടം? ഒരു കൊല്ലം കൊണ്ട് 300%, 400% സ്ഥലത്തിന് വില വർദ്ധിക്കുന്ന കാഴ്ച നമ്മുടെ കൺമുൻപിൽ കണ്ടതല്ലേ? കൂരയില്ലാത്ത, കിടന്നുറങ്ങാൻ കൂരയില്ലാത്ത ആളുകൾക്ക് 2-3 സെന്റ് സ്ഥലം മേടിച്ച് അവിടെ ഒരു കൂര കെട്ടി താമസിക്കാൻ സാധിക്കാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ലേ? 1 കൊല്ലം കൊണ്ടും 2 കൊല്ലം കൊണ്ടും 5000 ഉറുപ്പിക വില വരുന്ന സ്ഥലത്തിന് 1 ലക്ഷവും 1.5 ലക്ഷവും ഒക്കെ ആയി മാറുന്ന മാജിക് എന്തേ ഇപ്പൊ നടക്കാത്തത്? ഇത് സാധാരണക്കാരുടെ ഗുണമാണോ ദോഷമാണോ? ഇത് ഒരു കാര്യമാണെങ്കിൽ ഈ രാജ്യത്ത് സമാന്തര സാമ്പത്തിക വ്യവസ്ഥയിൽ ഉണ്ടായിരുന്ന പണം മുഴുവൻ ബാങ്ക് അക്കൗണ്ടിലേക്ക് വന്നു, സർക്കാരിന്റെ കണക്കിലേക്ക് വന്നു. അവിടെയാണ് ഈ നാട്ടിൽ ലോൺ എടുത്ത ആളുകൾക്കുൾപ്പെടെ പലിശ നിരക്ക് കുറച്ചു കൊടുക്കാൻ വേണ്ടി സാധിച്ചത്. പ്രിയപ്പെട്ടവരെ, നിരവധി പദ്ധതികൾ ആവിഷ്കരിക്കാൻ വേണ്ടി സാധിച്ചത് അതുകൊണ്ടാണ്. അല്ലെങ്കിൽ മീൻ മാർക്കറ്റിലെ വില പോലും നിയന്ത്രിച്ചിരുന്നത് സമാന്തര സാമ്പത്തിക സംവിധാനമായിരുന്നു. ഇന്ന് നമ്മൾ വീണ്ടും 30 ഉറുപ്പ്യക്കും 40 ഉറുപ്പ്യക്കൊക്കെ മീൻ മേടിക്കാൻ തുടങ്ങി. നേരത്തെ എന്തായിരുന്നു സ്ഥിതി? 1000 ഉറുപ്പ്യ പോക്കറ്റിലിട്ട് പോകുന്ന ആള് മീൻ മാർക്കറ്റിൽ നിന്ന് നല്ല മീനും മേടിച്ചു പോകും. ഇതായിരുന്നില്ലേ സ്ഥിതി? അപ്പോൾ സാമ്പത്തിക അച്ചടക്കം കൊണ്ടുവന്നത് തെറ്റാണോ? എന്താ ഇവിടെ ആളുകൾ പറയുന്നത്? നേരത്തെ പറഞ്ഞു ഈ മോദി എന്താ കാണിക്കുന്നത്? ഡിജിറ്റൽ ട്രാൻസാക്ഷൻ പോലും ഈ രാജ്യത്ത് ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾക്കും ബാങ്ക് അക്കൗണ്ട് ഇല്ല. അത് മോദിക്കറിയില്ലേ? ഇവിടെ കൊടി കെട്ടിയിട്ട് പ്രസംഗിച്ചതാണ്. മോദിക്കറിയാൻ, നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് അദ്ദേഹം അതിന് പരിഹാരം കണ്ടെത്തിയത്. ജൻധൻ യോജന എന്ന് പറയുന്ന സീറോ ബാലൻസ് അക്കൗണ്ട് എടുപ്പിച്ചു എല്ലാ ആളുകളെയും കൊണ്ട്. അതുവരെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ എങ്ങനെയാ ATM കൗണ്ടറിനെ നോക്കി കണ്ടത്? ഒരു ചില്ലുകൂടിനകത്ത് ഒരു മനുഷ്യൻ നിൽക്കുന്ന പോലെ ഒരു രൂപം. അപ്പൊ സാധാരണക്കാരൻ ചോദിക്കും, അല്ല അതെന്താ ഈ ചില്ലുകൂട്ടിനുള്ളിലുള്ളത്? അപ്പൊ പണക്കാരനായിട്ടുള്ള ആളുകൾ, ATM അക്കൗണ്ടൊക്കെ ഉള്ള ആളുകൾ അന്ന് പറഞ്ഞത്, ഞങ്ങൾക്ക് ബാങ്കിൽ പോവാതെ ക്യൂ നിൽക്കാതെ ഞങ്ങൾക്ക് ഈ കാർഡ് ഇട്ടിട്ട് പണമെടുക്കാനുള്ള സാധനമാണ് ഈ ATM. അപ്പം അന്ന് ഈ സാധാരണക്കാർ പറഞ്ഞു, ഇങ്ങനെയൊക്കെയാണ് ആളുകൾ ജീവിക്കുന്നത്, ഈ പടച്ചോൻ എന്തിനാ നമ്മളെയൊക്കെ ജനിപ്പിച്ചത്? ഇല്ലേ? അങ്ങനെ മൂക്കത്ത് വിരൽ വെച്ച് സാധാരണക്കാരൻ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ചായക്കടക്കാരനെന്ന് ആക്ഷേപിക്കുന്ന സാധാരണക്കാരനായിട്ടുള്ള ഒരു പ്രധാനമന്ത്രി ഈ രാജ്യത്ത് അധികാരത്തിൽ വന്നപ്പോ അദ്ദേഹം ഒരു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഈ രാജ്യത്തെ മുഴുവൻ ആളുകൾക്കും, ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്ത മുഴുവൻ ആളുകൾക്കും ബാങ്ക് അക്കൗണ്ട് എടുപ്പിച്ചു സീറോ ബാലൻസിൽ. എന്നിട്ട് അവർക്ക് വിദേശ കാർഡല്ല കൊടുത്തത്. അതുവരെ കൊടുത്തോണ്ടിരുന്നത് വിസ കാർഡും മറ്റേ എന്താ വേറെന്തോ ഒരു കാർഡ് ഉണ്ടല്ലോ, ഇതൊക്കെ നമ്മൾ മേടിച്ചതാ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. പക്ഷെ ഇപ്പോ ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന കാർഡ് ഏതാ കാർഡ്? രൂപേ കാർഡ്. ഈ രാജ്യത്ത് മാത്രമല്ല, ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ATM കാർഡ് ഇന്ന് രൂപേ കാർഡാ. പ്രിയപ്പെട്ടവരെ, അത് ഇന്ത്യ രാജ്യം വികസിപ്പിച്ചെടുത്ത, നരേന്ദ്രമോദി വികസിപ്പിച്ചെടുത്തിട്ടുള്ള കാർഡാ. ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ കുറെ പറയാനുണ്ട്. ഞാൻ സൂചിപ്പിച്ചത് ആദ്യം പരിഹസിച്ചവർ പിന്നീട് അതിന്റെ പിന്നാലെ ഓടുകയാണ്. അക്കൗണ്ട് എടുപ്പിച്ചപ്പോ പറഞ്ഞു, എന്തിന് അക്കൗണ്ട്? ഈ അക്കൗണ്ട് എന്ത് കാര്യം? ഗ്യാസിന്റെ സബ്സിഡി വരാൻ തുടങ്ങി ആദ്യം കൃത്യമായിട്ട്, അല്ലേ? ഗ്യാസ് ഏജൻസികളുടെ ഒരു കള്ളത്തരവും ഇപ്പൊ നടക്കുന്നില്ലല്ലോ. കൃത്യമായിട്ട് അക്കൗണ്ടിലേക്ക് ഗ്യാസിന്റെ സബ്സിഡി വരാൻ തുടങ്ങി. ഇപ്പൊ കിസാൻ സമ്മാൻ നിധി വന്നിരിക്കുന്നത് എവിടെയാ? ഈ അക്കൗണ്ടുകളിലേക്കാണ് വന്നിരിക്കുന്നത്. ഈ കണ്ണൂർ ജില്ലയിൽ മാത്രം ഏതാണ്ട് 1 ലക്ഷത്തിലധികം ആളുകളുടെ അക്കൗണ്ടിലേക്ക് 2000 രൂപ കിസാൻ സമ്മാൻ നിധി വന്ന് കിടപ്പുണ്ട്. നിങ്ങൾ പരിശോധിച്ചോ വിവരാവകാശ നിയമപ്രകാരം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ നാട്ടിലെ ആളുകൾക്ക്, സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് പെൻഷൻ പദ്ധതി ഏർപ്പെടുത്തിയ, ചികിത്സാ സൗകര്യം ഏർപ്പെടുത്തിയ, മരുന്നിന്റെ വില കുറച്ചപ്പോൾ ഇപ്പൊ നാട്ടിൽ എല്ലാവർക്കും ഈ 2-3 ബ്ലോക്ക് ഇല്ലാത്ത ആരുമില്ല. നമുക്കറിയാലോ, ബ്ലോക്ക് ഒഴിവാക്കണമെങ്കിൽ ചെയ്യുന്ന ആൻജിയോപ്ലാസ്റ്റി ഉപയോഗിക്കുന്ന കാർഡിയാക് സ്റ്റെൻസ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അതിന് 75,000 മുതൽ മേലോട്ടായിരുന്നു ചാർജ്. ചെയ്തവർക്കറിയാം, പരിശോധിക്കണം നിങ്ങൾ. കാർഡിയാക് സ്റ്റെൻസ് അതിന് 75,000 മുതൽ മേലോട്ടാണ് വിലയുണ്ടായിരുന്നതെങ്കിൽ ആ കാർഡിയാക് സ്റ്റെൻസിന്റെ വില കുറക്കാൻ തീരുമാനിച്ചു. ബഡ്ജറ്റിൽ തീരുമാനിച്ചു, മന്ത്രിസഭ തീരുമാനിച്ചു, കേന്ദ്ര മന്ത്രിസഭ.
7,000 ഉറുപ്പികൾക്ക് ഇപ്പോൾ കാർഡിയാക് സ്റ്റെൻസിൽ ലഭ്യമാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഇതൊന്നും പറയാതെ നോട്ട് നിരോധിച്ചത് അപകടമാണ്, ആ അക്കൗണ്ട് എടുപ്പിച്ചത് അപകടമാണ്, ആനയാണ് ചേനയാണെന്നൊക്കെ പറഞ്ഞിട്ട് നരേന്ദ്രമോദി ഗവൺമെന്റിനെതിരായിട്ട് കള്ളപ്രചരണം നടക്കുന്ന, ഏറ്റവും കൂടുതൽ കള്ളപ്രചരണം നടക്കുന്ന, അതിന് മാധ്യമങ്ങൾ ഒത്താശ ചെയ്യുന്ന ഒരു സംസ്ഥാനമാണ് കേരളം, പ്രിയപ്പെട്ടവർ. അതുകൊണ്ട് സത്യസന്ധമായിട്ട് വിലയിരുത്തിയ ഇപ്പോൾ ആൻഡ്രോയിഡ് ഫോണൊക്കെ ഉപയോഗിക്കുന്ന ആളുകളാണ്. നിങ്ങൾ നെറ്റിൽ കയറി നോക്കുക, സ്ത്രീ ശാക്തീകരണ പദ്ധതി അറിയണമെങ്കിൽ nari.nic.in അടിച്ചു നോക്കുക. 250ഓളം പദ്ധതികൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഞാൻ ഈ പറയുന്ന 7 പദ്ധതികളെ സംബന്ധിച്ചു നിങ്ങൾക്ക് നോക്കാം. ഈ നാട്ടിൽ ലൈഫ് പദ്ധതി എടുത്തിട്ടുള്ള ആളുകളുടെ കാര്യമല്ല, ബ്ലോക്ക് പഞ്ചായത്തിലും ഗ്രാമപഞ്ചായത്തിലുമൊക്കെ ലൈഫ് പദ്ധതി പ്രകാരം വീട് കിട്ടിയിട്ടുള്ള ആളുകൾ അവസാന ഗഡുവൊക്കെ മേടിക്കാൻ ബാക്കിയുണ്ടെങ്കിൽ നിങ്ങൾ പോകുമ്പോൾ ഒപ്പിട്ടതിൻ്റെ തൊട്ട് മേലെ നോക്കിയാൽ എങ്ങനെയാണ് ഒപ്പിട്ടിട്ടുള്ളത് നിങ്ങൾക്ക് വായിക്കാൻ വേണ്ടി സാധിക്കും. PMAY എന്ന് പറഞ്ഞാൽ എന്താ? പിണറായി വിജയൻ ആവാസ് യോജന എന്നല്ല, പ്രൈം മിനിസ്റ്റർ ആവാസ് യോജന എന്നാണ് അതിൻ്റെ പേര്. എന്ന് പറഞ്ഞാൽ സാധാരണക്കാരനറിയില്ല. ബ്ലോക്ക് ഓഫീസിൽ എഴുതി ഒപ്പിട്ട് കൊടുത്തത് PMAY, 1ാം ഗഡു 2ാം ഗഡു 3ാം ഗഡു കൊടുക്കുന്നത് PMAY. ബാക്കി കുറച്ച് പൈസ ഇവിടുന്ന് കൊടുക്കുന്നുണ്ട്, ഗ്രാമപഞ്ചായത്ത് കൊടുക്കുന്നുണ്ട്. ഗ്രാമപഞ്ചായത്ത് കൊടുക്കുന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഫണ്ടിന്റെയാണ്. ഗ്രാമപഞ്ചായത്തിന്റെ കയ്യിൽ വികസനത്തിന് വേണ്ടി വന്ന ഫണ്ടിൽ നിന്ന് എടുത്തിട്ട് ഈ ആവാസ് യോജനയ്ക്ക് വേണ്ടി കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ കക്കൂസ് അതും കേന്ദ്രത്തിന്റെയാണ്. നിങ്ങൾ പരിശോധിച്ചോളൂ സംശയം ഉണ്ടെങ്കിൽ ബ്ലോക്ക് ഓഫീസിൽ പോയിട്ട്. അതുകൊണ്ട് നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ ഒരു ആനുകൂല്യവും ഞങ്ങൾക്കാർക്കും കിട്ടിയിട്ടില്ല എന്ന് അവകാശവാദം ഉന്നയിക്കാൻ ആർക്കും സാധിക്കില്ല. അപ്പൊ അത്തരം നേട്ടങ്ങൾ ഇനിയും തുടരാൻ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെന്റ് രാജ്യത്ത് അധികാരത്തിൽ വരണം. ശബരിമല വിഷയത്തിൽ ഈ രാജ്യത്തെ കോടാനുകോടി അയ്യപ്പ ഭക്തന്മാരുടെ മനസ്സിനെ വ്രണപ്പെടുത്തിയിട്ടുള്ള വിശ്വാസികളുടെ പ്രതിഷേധം സൂചിപ്പിക്കാനുള്ള തെരഞ്ഞെടുപ്പ് കൂടിയാണ്. ഇതിനിടയ്ക്ക് ഇവിടെ 2 കൂട്ടർ മത്സരിക്കുമ്പോൾ വന്ന് പറയുന്നത് വടകരയിൽ മാത്രം എന്തോ വലിയ പോരാട്ടം നടക്കുകയാണ് LDF UDF തമ്മിൽ. പിന്നെ ഇവിടെ ആന പറക്കുന്ന കാറ്റിൽ ആട്ടുകൂട്ടിക്കുന്ന കാര്യം ചോദിച്ചത്. ഇന്ത്യ രാജ്യം ചർച്ച ചെയ്യുന്നത് മോദിയുടെ ഭൂരിപക്ഷം എത്രയായിരിക്കും, ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ ഉന്നതമായിട്ടുള്ള വിജയമായിരിക്കും മെയ് മാസം 23-ാം തീയതി കഴിഞ്ഞാൽ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. അവിടെ മുരളീധരൻ ജയിച്ചോ P ജയരാജൻ ജയിച്ചോ ആരും ചോദ്യം ചെയ്യാൻ വേണ്ടി പോകുന്നില്ല. കാരണം 2 കൂട്ടർ ജയിച്ചാലും അവിടെ പോയിട്ട് കിടന്ന് ഉറങ്ങാം. ഇന്നസെന്റ് പറഞ്ഞല്ലോ, പരമസുഖമാണ് MP ആകുക എന്ന് പറഞ്ഞാൽ. കാരണം അവിടെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കാൻ മോദിയും കൂട്ടരും ഉണ്ട്. നമ്മൾ അവിടെ കിടന്ന് ഉറങ്ങി കൊടുത്താൽ മതി. ഈ സമ്മേളനം നടത്തുമ്പോൾ പറഞ്ഞതല്ലോ ഇന്നസെന്റ്, അവിടെ കിടന്ന് ഉറങ്ങാൻ ഈ മുരളീധരനും P ജയരാജനും പോകണോ? 2 കൂട്ടരും ജയിക്കുന്നത് ഒരുപോലെയാണ്. കാരണം മാഹിയിൽ ഞാൻ രാവിലെ വരുമ്പോൾ കണ്ടു, മാഹിയിൽ പ്രചരണം നടത്തുന്ന ഒരുമിച്ച ചുവന്ന കൊടിയുണ്ട്, മൂവർണ്ണ കൊടിയുണ്ട്, എല്ലാ നേതാക്കന്മാരും ഒരുമിച്ച്. കന്യാകുമാരിയിൽ നോമിനേഷൻ കൊടുക്കാൻ പോയത് പോലും ഒരുമിച്ചാണ്. കോയമ്പത്തൂർ അരിവാൾ ചുറ്റുക നക്ഷത്രത്തിൽ CPM-ന്റെ സ്ഥാനാർത്ഥിയാണ്. അതിൻ്റെ മേലെയുള്ളത് രാഹുൽ ഗാന്ധി, സോണിയാഗാന്ധി, പ്രിയങ്ക ഗാന്ധി. പിന്നെ വടകരയിൽ മാത്രം എന്താ വ്യത്യാസം? വടകരയിലെ മുരളീധരൻ എങ്ങനെയാണ് ജയിച്ചത്? വട്ടിയൂർക്കാവിൽ TN സീമയെ 3ാം സ്ഥാനത്താക്കി പിണറായി വിജയന്റെ ആളുകൾ ഈ അപ്പുറത്ത് വോട്ട് ചെയ്തിട്ടല്ലേ മുരളീധരൻ ജയിച്ചത്? ആരെ തോപ്പിക്കാൻ? കുമ്മനം രാജശേഖരനെ തോപ്പിക്കാൻ. ഇതൊക്കെ മറന്നുപോയോ? അക്രമ രാഷ്ട്രീയത്തിനെതിരായിട്ടെന്തോ വലിയ കൂട്ടായ്മ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നതാണ് പറയുന്നത് UDF. ഇത് തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞത്. TP ചന്ദ്രശേഖരന്റെ വധം കഴിഞ്ഞ അല്പനാളുകൾക്ക് ശേഷമായിരുന്നല്ലോ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ്. ഞാൻ മുല്ലപ്പള്ളിയും എത്രയോ ചർച്ചകളിൽ ഒരുമിച്ച് പങ്കെടുത്ത മുല്ലപ്പള്ളി ആവർത്തിച്ച് പറഞ്ഞതെന്നറിയോ? ഇനി ഒരു രാഷ്ട്രീയ കൊലപാതകം ഇവിടെ അനുവദിക്കാൻ പറ്റില്ല, ഇനിയൊരു അക്രമം ഇവിടെ ഉണ്ടാവാൻ വേണ്ടി പാടില്ല. അതുകൊണ്ട് UDF-ന് വോട്ട് ചെയ്യണം. എല്ലാം ചെയ്തു കൊടുത്തു. UDF ജയിച്ചു. മുല്ലപ്പള്ളി എന്ത് ചെയ്തു? അക്രമത്തിനെതിരായിട്ട്, മാർക്സിസ്റ്റ് അക്രമത്തിനെതിരായിട്ട് മുല്ലപ്പള്ളി രാമചന്ദ്രൻ എന്താ ചെയ്തത്? മെയ് മാസത്തിൽ ഈ വാക്ക് പറഞ്ഞ് സെപ്റ്റംബർ മാസത്തിൽ കതിരൂർ മനോജ് കൊല്ലപ്പെട്ടില്ലേ? കതിരൂർ മനോജിനെ 12 കൊല്ലക്കാലം ഒരു രാഷ്ട്രീയം മാറിപ്പോയതിന്റെ പേരിൽ ഗുണ്ടാ സംഘങ്ങൾ, അക്രമി സംഘങ്ങൾ പിന്തുടർന്നില്ലേ? 6 തവണ പരിശ്രമിച്ചിട്ട് നടക്കാത്ത കാര്യം 7ാം തവണ ക്രൂരമായിട്ട് ആ കൃത്യം നിർവഹിച്ചില്ലേ? ആ കുടുംബത്തിലേക്ക് പോയി ആ കുടുംബത്തെ ഒന്ന് ആശ്വസിപ്പിക്കാൻ മുല്ലപ്പള്ളി രാമചന്ദ്രന് സാധിച്ചോ? അതിനെതിരായിട്ടൊരു ശക്തമായിട്ടുള്ള പ്രസ്താവന ഇറക്കാൻ മുല്ലപ്പള്ളിക്ക് സാധിച്ചോ? മാർക്സിസ്റ്റ് അക്രമങ്ങൾ ആവർത്തിക്കുമ്പോൾ UDF-ന്റെയും കോൺഗ്രസിന്റെയും നേതാക്കന്മാര് ചാനലുകളിൽ കയറിയിരുന്ന് മാർക്സിസ്റ്റ് പാർട്ടിയുടെ അക്രമത്തിനെതിരായിട്ട് മാത്രമല്ലല്ലോ പറഞ്ഞിട്ടുള്ളത്, മാർക്സിസ്റ്റ് അക്രമത്തിനെതിരായിട്ട് കൂട്ടായ്മ ഉണ്ടാക്കണമെന്ന് എവിടെയും പറഞ്ഞിട്ടില്ലല്ലോ.
ഇനി TP ചന്ദ്രശേഖരന്റെ കേസിൽ ജയരാജനെ പ്രതി ചേർക്കാതിരുന്നത് ആരാ? തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു പരസ്യമായിട്ട്, വൻ സ്രാവുകളെ പിടിക്കാതിരുന്നത് ഒത്തുതീർപ്പിന്റെ അടിസ്ഥാനത്തിലാണ്. TP ചന്ദ്രശേഖരന്റെ വിധവ KK രമയും തുറന്ന് സമ്മതിക്കുന്നു, UDF-ഉം LDF-ഉം ഉണ്ടാക്കിയിട്ടുള്ള ഒത്തുതീർപ്പിന്റെ ഫലമായിരുന്നു ജയരാജനെ പോലുള്ള ആളുകൾ കുടുങ്ങാതിരുന്നത്. അതിന്റെ അർത്ഥം ജയരാജൻ ഇവിടെ സ്ഥാനാർത്ഥിയായതിൽ, ജയരാജൻ ഇപ്പൊ മത്സരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദി കോൺഗ്രസും UDF-ഉമാണ്. അങ്ങനെ വരുമ്പോൾ പിന്നെ ഈ കൂട്ടുകക്ഷികൾക്ക് തമ്മിൽ വലിയ മത്സരമാണ്. ഞങ്ങൾ അക്രമത്തിന്റെ ആളുകളാണ്, അല്ലെങ്കിൽ അക്രമത്തിനെതിരായിട്ടുള്ളവരാണെന്നൊന്നും അവകാശവാദത്തിനൊന്നും യാതൊരു പ്രസക്തിയില്ല. ഇത് തിരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ പറയുന്ന കണ്ണീര് വിറ്റ് വോട്ടാക്കാനുള്ള ഒരു തന്ത്രം മാത്രമാണ്. ഈ പിത്തലാട്ടത്തെ, ഈ വേഷപ്പകർച്ചയെ വടകരയിലെ പ്രബുദ്ധരായിട്ടുള്ള ജനങ്ങൾ തിരിച്ചറിയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ വേഷമൊക്കെ പകർന്നാടി നരേന്ദ്രമോദിക്കെതിരായിട്ട് കൈവെക്കാനാണ് ഈ രണ്ടു കൂട്ടരും പോകേണ്ടത്. അതുകൊണ്ട് തീർച്ചയായും നമ്മുടെ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെന്റ് എന്തായാലും കേന്ദ്രത്തിൽ വരും. ആ ഗവൺമെന്റിൽ നിന്ന് നമുക്ക് അർഹതപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ, വടകര പാർലമെന്റ് മണ്ഡലത്തിലെ വികസന മുരടിപ്പ്, ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്. മുല്ലപ്പള്ളി കേന്ദ്രമന്ത്രിയായിരുന്നു, ഒന്നും ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടില്ല. സതീദേവി മത്സരിച്ച് ജയിച്ചു പോയ സമയത്ത് അവിടെ കോൺഗ്രസിന്റെയും CPM-ന്റെയും സംയുക്ത ഗവൺമെന്റ് ആയിരുന്നു. ആ സമയത്തും ഒന്നും ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടില്ല. കാലാകാലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, നാലാൾക്ക് തൊഴിൽ കിട്ടുന്ന എന്തെങ്കിലും വ്യവസായ സംരംഭങ്ങൾ, വലിയ വലിയ പ്രോജക്റ്റുകൾ ഒന്നും ഈ മണ്ഡലത്തിലേക്ക് കൊണ്ടുവരാൻ പണ്ട് കേളികേട്ട ഉണ്ണികൃഷ്ണന്റെ കാലം മുതൽ ഇവിടെ പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ ജയിച്ചു പോയിട്ടും നടന്നിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഞാൻ നിങ്ങൾക്ക് വാക്ക് തരുന്നു, എനിക്കൊരവസരം തന്നാൽ വരാൻ പോകുന്ന നരേന്ദ്രമോദി ഗവൺമെന്റിൽ നിന്ന് ഈ വടകര പാർലമെന്റിന് ആവശ്യമായിട്ടുള്ള ഒരു പടി മുന്നോട്ടുള്ള കാര്യങ്ങൾ ഈ മണ്ഡലത്തിലേക്ക് കൊണ്ടുവരാൻ എനിക്ക് സാധിക്കുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഏപ്രിൽ 23-ാം തീയതി നടക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലയേറിയ വോട്ടുകൾ താമര ചിഹ്നത്തിൽ രേഖപ്പെടുത്തിക്കൊണ്ട് ഇവിടെ മത്സരിക്കുന്ന ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിയായ എന്നെ വൻ ഭൂരിപക്ഷത്തോടുകൂടി പാർലമെന്റിലേക്ക് തെരഞ്ഞെടുത്തയക്കണമേ എന്ന് താഴ്മയോടുകൂടി അപേക്ഷിച്ചുകൊണ്ട്, അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവിടെ നൽകിയിട്ടുള്ള ഉജ്ജ്വലമായ സ്വീകരണത്തിന് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ऑफिशियल पेज है सभी എൻ്റെ ഫേസ്ബുക്ക് ഒന്നല്ല വേറെ ഫ്രണ്ടിൽ നിന്ന് എടുത്തു